എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ തിരുപ്പതി യാത്രയുടെ വിശേഷങ്ങളാണ്. നമ്മൾ 3 മാസം മുമ്പ് ബുക്ക് ചെയ്തതാണ്. ഒരു ഞായറാഴ്ച, നമുക്ക് തിങ്കളാഴ്ചയാണ് ദർശനം കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ നമ്മളൊരു 7:30 ആയപ്പോഴേക്കും ഇവിടെ കടുങ്ങല്ലൂരിൽ നിന്ന് നമ്മൾ ഇറങ്ങാൻ തീരുമാനിച്ചു. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് വണ്ടിയിലെ വെള്ളമൊക്കെ കയറ്റി ഞങ്ങൾ കാറിനാണ് പോകുന്നത്. ഞങ്ങൾ 2 ഫാമിലി, ഒന്ന് അനിയൻ്റെ ഫാമിലിയും ഒന്ന് എൻ്റെ ഫാമിലി. ഞങ്ങളെല്ലാം ഒരു 6 മാസം കൂടുമ്പോഴൊക്കെ നമുക്ക് പോകാൻ പറ്റാറുണ്ട്. ദൈവം ദർശനം തരാറുണ്ട് ഭഗവാൻ. അപ്പോൾ ഞങ്ങൾ കാലത്തൊരു 7:30 ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. നേരത്തെ പോണ കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനൊന്നും പിന്നെ സമയം കളയാൻ നിന്നില്ല. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കഴിക്കാമല്ലോ എന്ന് കരുതി നമ്മൾ നാഷണൽ ഹൈവേയുടെ സൈഡിൽ ദേശത്തെത്തി കഴിഞ്ഞപ്പോൾ പത്മ കഫേ ഉണ്ട്. പത്മ കഫേയിൽ കയറി. അപ്പോൾ അവിടെ നോർമൽ ഫുഡാണല്ലോ, പിന്നെ നമ്മുടെ നാട്ടിലെ ഫുഡായാലും പിന്നെ പ്രശ്നമില്ല. നമ്മൾ മസാല ദോശ, അങ്ങനെ ചെറിയ ദോശയൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് വേണ്ടി യാത്ര ഓടും. ഞങ്ങൾക്ക് പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ തിരുപ്പതി എത്താൻ മതി. നാഷണൽ ഹൈവേയിൽ കൂടെ നമ്മൾ നേരെ വിട്ടു. പിന്നെ ഹൈവേയിൽ ഈ തിരക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞായറാഴ്ചയായിരുന്നു. ഈ കാണുന്ന നമ്മുടെ കുതിരാൻ ചുരങ്ങും മറ്റു തുരങ്കമൊക്കെ കയറി നമ്മളൊരു ഉച്ചയ്ക്ക് മുമ്പ് പാലക്കാട്ടേക്ക് അടുത്ത് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത റൂട്ടായിരുന്നു. നമ്മളിപ്പോൾ വഴിയരികിലൊക്കെ ഓരോ ഫ്രൂട്ട്സൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലധികം പ്രചാരമില്ലാത്തൊരു ഫ്രൂട്ട് മേടിക്കാമെന്ന് കരുതി നമ്മൾ ദുരിയൻ എന്നാണ് ആ ഫ്രൂട്ടിൻ്റെ പേര്. നല്ല മുള്ളൊക്കെ ആയിരുന്നു. നമ്മുടെ നാട്ടിലെ ചക്കയുടെ മാതിരി, പക്ഷെ ഭയങ്കര വിലയാണ്. പിന്നെ ടേസ്റ്റ് എന്തായാലും അറിയാമല്ലോ എന്ന് കരുതി പറഞ്ഞാൽ മേടിച്ചു. ഇതാ ഇങ്ങനെ ഇരിക്കുക ഫ്രൂട്ട്. ഇത് നമ്മൾ പൊളിച്ച് കഴിഞ്ഞപ്പോൾ ഇതിനൊരു 3-4 ഒരു 6 ചുള, അതിൽ കൂടുതലുണ്ടാവില്ല. അത് പൊളിച്ച് നമ്മൾ ഒരു വല്ലാത്തൊരു സ്മെല്ലൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല, പക്ഷെ നല്ല മധുരമാണ്. പക്ഷേ അതിൻ്റെ ചുളയ്ക്കെന്ന് വെച്ചാൽ കുരു ഭയങ്കര വലുതാണ്, അതിൻ്റെ കാമ്പ് കുറവാണ്. പക്ഷെ എന്നാലും ടേസ്റ്റ് അറിയണമല്ലോ എന്ന് കരുതി ഞങ്ങൾ തന്നെ മേടിച്ച്. കത്തിയൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. നമ്മളെന്നാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യാത്ര പോകണമല്ലേ, അപ്പോൾ അതൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടാവും. അത് ഞങ്ങൾ മേടിച്ച് അതൊരെണ്ണം മേടിച്ച് മുറിച്ച് ഞങ്ങളെല്ലാവരും ഓരോന്നായിട്ട് കഴിച്ചു. അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം. എന്നിട്ട് ഞങ്ങൾ നേരെ പിന്നെ തമിഴ്നാട്ടിലാണ്. നമ്മൾ ഉച്ചയാകുമ്പോഴേക്കും തമിഴ്നാട്ടിലെത്തണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു പോക്കാണല്ലോ. നമ്മൾ ഉച്ചയോടെ അടുത്ത് ഊണൊക്കെ കഴിക്കുന്ന സമയമായപ്പോഴേക്കും നമ്മളവിടെ അടയാർ ആനന്ദഭവൻ ഉണ്ട്. ഒരുമാതിരി നല്ല ഹോട്ടലാണ് കേട്ടോ, നല്ല വെറൈറ്റി ഫുഡൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളവിടെ കയറി. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു എല്ലാവർക്കും, നമ്മളിവിടെ ഈ സൗത്ത് ഇന്ത്യൻ ഫുഡല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു വെറൈറ്റിക്ക് വേണ്ടി നോർത്ത് ഇന്ത്യൻ താലി പറയാൻ കരുതി. അനിയൻ്റെ മോൻ പക്ഷേ പിന്നെ ഒരു വെറൈറ്റി ഫുഡ് വേണമെന്ന് പറഞ്ഞ രീതിയിൽ അവൻ പറഞ്ഞത് പനീർ നൂഡിൽസാണ്. അതിന് മുമ്പിട്ട് നമുക്കെല്ലാവർക്കും സൂപ്പ് വന്നു, മഷ്റൂം സൂപ്പ്. കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ല ആ മഷ്റൂമിൻ്റെ ഒക്കെ അതേ ടേസ്റ്റും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ആദ്യം കിട്ടുന്ന സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പനീർ നൂഡിൽസ് പെട്ടെന്ന് കിട്ടി. പിന്നെ എല്ലാവർക്കും നമുക്ക് നോർത്ത് ഇന്ത്യൻ താലി വന്നു. അതിലെല്ലാം സൈഡ് ഡിഷൊക്കെ നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഒരു റോട്ടി ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, 2 തരം റൈസ് ഉണ്ടായിരുന്നു, ദാൽ ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. അത്യാവശ്യം ഞങ്ങൾ വയറൊക്കെ നിറഞ്ഞു വേണമെങ്കിൽ പറയാം. അത് ഞാൻ പിന്നെ അവരുടെ സീറ്റ്സൊക്കെ നല്ല സീറ്റ്സായിരുന്നു. സീറ്റ്സൊക്കെ നമ്മൾ കുറച്ച് എല്ലാം ഒരുപാടൊന്നും മേടിക്കാൻ പറ്റില്ലല്ലോ, കുറച്ച് അത്യാവശ്യം സീറ്റ്സൊക്കെ മേടിച്ച് നമ്മൾ അവിടെ നിന്ന് വിട്ടു. നമുക്കൊരു രാത്രിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തണം. എന്നാലും നമുക്ക് അവിടെ റൂം നമുക്ക് 12 മണി കഴിഞ്ഞിട്ടൊക്കെ അലോട്ട് ചെയ്യുള്ളൂ. നമ്മൾ നേരിട്ട് തമിഴ്നാടിൻ്റെ ഹൈവേ കടയാണല്ലോ പോണത്. നല്ല ഹൈവേ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അത്യാവശ്യം തിരക്കൊന്നും ഇല്ലാത്ത കാരണം ഒരു നല്ല മലകളും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളെല്ലായിടത്തും ആൾക്കാരൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്, ഈ അമ്പലങ്ങൾ മാത്രമേ പോകാറുള്ളൂ എന്ന് ചോദിക്കാറുണ്ട്. അമ്പലങ്ങൾ മാത്രമേ ഞങ്ങൾ സാധാരണ പോകാറുള്ളൂ. പക്ഷെ അതും ഞങ്ങൾ ഒരു ഇതായിട്ടാണ്, പിള്ളേർക്കും വളരെ ഇഷ്ടമാണ്. പോകുന്നത് നല്ല രസകരമായിട്ടാണ്. കാറിൽ തന്നെയാണ് നമ്മൾ പോണത്. കാര്യം എന്നുവെച്ചാൽ ട്രെയിനിലൊന്നും പോയാൽ നമുക്ക് അത്ര ഒരു
ഇത് കിട്ടാറില്ല. കാരണം പിള്ളേർക്കും ഇഷ്ടമാണ്. അപ്പം അങ്ങനെ പോകാൻ നേരത്തിട്ട് വർഷത്തിലൊക്കെ ഞങ്ങളിങ്ങനെ യാത്ര പോകും. അപ്പം അങ്ങനെ ഞങ്ങൾ നല്ല നല്ല തമിഴ്നാട്ടിൻ്റെ ആ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോവും. അമ്പലങ്ങളിലെ ഉത്സവങ്ങളും അങ്ങനത്തെ കാര്യങ്ങൾ റോഡിലൊക്കെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ തിരുപ്പതിയോട് അടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുപ്പതി ഒരു രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എത്തുള്ളൂ. പക്ഷെ ഞങ്ങൾ വളരെ പതുക്കെ പോകുള്ളൂ. അധികം സ്പീഡിലൊന്നും പോകില്ല. അല്ലെങ്കിൽ അധികം സ്പീഡിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ റോഡും വളരെ ശ്രദ്ധിക്കണം. വെച്ചിട്ടുണ്ടെങ്കിൽ ഭാരവണ്ടികളും അതൊക്കെ സേലം എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടംമാതിരി കേരളത്തിലേക്ക് ഇഷ്ടംമാതിരി ലോഡുകളും ഒക്കെ വരുന്ന അവിടെ നിന്നാണല്ലോ. അപ്പോൾ ആ ഹൈവേ ആകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഓടിക്കണം, ശ്രദ്ധിച്ച് പോകണം. നമ്മളെത്ര ചോദിച്ചു പോയാലും ഭയങ്കര ഫാസ്റ്റായി വണ്ടി ഇങ്ങോട്ട് വരുന്നതൊക്കെ കണ്ടമാനം ലഗേജുള്ള വണ്ടികളൊക്കെ ഉണ്ടാവും ഇഷ്ടംമാതിരി. പല പല സാധനങ്ങളും ഇങ്ങോട്ട് വരുന്നതല്ലേ. നമ്മൾ തമിഴ്നാട്ടിൽ ഏതാണ്ടൊരു സന്ധ്യയൊക്കെ ആയപ്പോൾ നമ്മൾ സേലമൊക്കെ എത്തി. അവിടെ ക്ഷേത്രത്തിലെ കാഴ്ച ഉത്സവമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സന്ധ്യ കാണാമല്ലോ. അങ്ങനെ ഇതേത് ഉണ്ടല്ലോ. ഇങ്ങനെ ഇഷ്ടംമാതിരി ആൾക്കാർ റോട്ടിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഞങ്ങൾ അതൊക്കെ കണ്ട് അതൊക്കെ ആസ്വദിച്ച് അവിടെയൊക്കെ ഒന്ന് നിർത്തി കണ്ട് നേരെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ തിരുമലയുടെ കവാടത്തിൽ തിരുപ്പതിയിൽ എത്തി. അലിപിരി ഗേറ്റാണത്. അവിടെ നമ്മളെ വണ്ടിയൊക്കെ ചെക്ക് ചെയ്യണം. വണ്ടിയിൽ വരുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഇറക്കി വെച്ച് അതൊക്കെ ചെക്ക് ചെയ്ത് അവർ വന്ന് നോക്കും. ഇതാണ് ചെക്ക് ചെയ്യുന്ന സ്ഥലം, ഗേറ്റ്. ഇവിടെ നിന്നാണ് നമ്മൾ പിന്നെ തിരുമലയിലേക്കുള്ള കവാടം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഒരു 6-7 പോയിന്റുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അതിനകത്ത് നമ്മുടെ വണ്ടി അവർ ചെന്ന് കഴിയുമ്പോൾ അവർ ഫുൾ ചെക്കപ്പ് ചെയ്യും എല്ലാം. വണ്ടിയൊക്കെ ഇറക്കണം. പ്ലാസ്റ്റിക് കുപ്പികളും അങ്ങനെ വെള്ളങ്ങളൊന്നും മുകളിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതൊക്കെ ഇവിടെ അവർ ചെക്ക് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ മുകളിലേക്ക് വിടുള്ളൂ. ആദ്യം എല്ലാം ഇവിടെ നമ്മൾ ഇറക്കണം. പിന്നെ അതൊക്കെ തിരിച്ച് കയറ്റി വെച്ചിട്ട് പിന്നെ ഇവിടുന്ന് നമ്മൾ മുകളിലേക്ക് പോകണം. ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി എല്ലാവരും ഇറങ്ങി. പിന്നെ ലേഡീസിൻ്റെ ബാഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്കാനറിൽ നമ്മൾ കയറ്റി വിടണം. അതൊക്കെ അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നൊരു ഇപ്പം എല്ലാം പിന്നെ ഇത് വഴിയാണല്ലോ, ഓൺലൈൻ വഴി ആയാലും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി മുകളിലേക്ക് പോകാനുള്ള അനുവാദം തരും. അത് കിട്ടിക്കഴിഞ്ഞാൽ ആ പാസ് ഇതായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് മുകളിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങളെല്ലാം സാധനങ്ങളും ലോഡ് ചെയ്ത് പിന്നെ തിരുമലയിലേക്ക് കയറാനുള്ള ഇതിനകത്ത് ഞങ്ങൾ വണ്ടി അവിടെ നിന്ന് സൈഡാക്കി എല്ലാം ഫ്രീ ആയിട്ട് റീസെറ്റ് ചെയ്ത് ഞങ്ങൾ മുകളിലേക്ക് കയറാനുള്ള പരിപാടിയിലാണ്. അടുത്ത മലയിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും നമസ്കാരം.